നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറയിൽ വൻ ലഹരിവേട്ട. ലഹരി ഗുളികകളും കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. കൂട്ടാളി ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. മുന്നിടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയെന്നും എം പി. വിശദമായ വാർത്തകളിലേക്ക്. ലഹരി ഗുളികകളും കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മുഹമ്മനെയും ഷഹാബുദ്ദീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കഞ്ചാവും ലഹരി ഗുളികകളുമായാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിലായത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മുഹമ്മദിനെയും ഷഹാബുദ്ദീൻ എന്നിവരെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K. ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇന്നേ ദിവസം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് ഈ കരുനാഗപ്പള്ളി റേഞ്ച് അതിർത്തിയിൽപ്പെട്ട പല സ്ഥലങ്ങളിലും പരിശോധന നടത്തി വരികയാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ചവറ മുക്കുത്തോട് എന്ന സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് അന്യസംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ മദ്യം സൂക്ഷിച്ചു വെച്ചേക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇത് പരാതി ഉണ്ടായിരുന്നു. ആയത് പ്രകാരം ഞാൻ പാർട്ടി സഹിതം അവിടെ ചെന്ന് ഈ വീട് പരിശോധന നടത്തിയപ്പം അവിടുന്ന് ശരിക്കും ഒരു 100 സ്ട്രിപ്പിൻ്റെ, അതായത് 100 നൈട്രോസൾഫാം ഗുളികകൾ, അത് ശരിക്കും പറഞ്ഞാൽ നൈട്രോസൾഫാം ഗുളികകൾ ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഗുളികകൾ കണ്ടെടുത്തു. അതുകൂടാതെ കുറച്ച് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ 2 പേരുടെയും കേസ് എടുത്തിട്ടുണ്ട്. സഹബുദ്ദീൻ നൈം എന്ന് പറഞ്ഞ 2 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ റെക്കോർഡുകളെല്ലാം തയ്യാറാക്കിയ ശേഷം ഈ പ്രതികളെ നമ്മൾ കോടതി ഹാജരാക്കുന്നതാണ്. തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധന ഈ കരുനാഗപ്പള്ളി റേഞ്ചിൻ്റെ പരിസരങ്ങളിൽ നടത്തുന്നതാണ്. എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അയാൾ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഏത് പരാതിയും ഏത് സമയത്ത് കിട്ടിയാലും നമ്മൾ ഉദ്യോഗസ്ഥർ സർവാത്മന പോയി കേസെടുക്കുന്നതായിരിക്കും. ചവറ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപത്തെ ഇവരുടെ വാടക വീട്ടിലെ പരിശോധനയ്ക്കിടയിലാണ് ലഹരി കണ്ടെത്തിയത്. സഹോദരന്മാരായ ഇവരിൽ മുഹമ്മദിനെയും പശ്ചിമ ബംഗാളിൽ പോയി തിരികെ വന്നപ്പോൾ കൊണ്ടുവന്ന ഗുളികകളും കഞ്ചാവുമാണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മത്സ്യബന്ധനത്തിന് പോകുന്ന ഇവർ വാടകയ്ക്ക് റൂമെടുത്ത് കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇങ്ങനെ വിൽപ്പന നടത്തിയ വകയിൽ 1100 രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PA അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ B. സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ K, ചാൾസ് H, ഗോഡ്വിൻ, അൻസാരി B, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മോളി, ശ്രീജ SP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. പനപ്പെട്ടി സ്വദേശിയായ അനീഷ് സുലൈമാനാണ് അറസ്റ്റിലായത്. ഇയാളുടെ കൂട്ടാളിയായ പോരുവഴി കമ്പലടി സ്വദേശി ബാദുഷ ഓടി രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തെ ആക്രമിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ പോലീസ് കീഴ്പ്പെടുത്തി. ശാസ്താംകോട്ട പനപ്പെട്ടി കൂരമ്പേലത്ത് ഉന്നതിയിൽ കൂരമ്പേലത്ത് പടിഞ്ഞാറ്റത്തിൽ അനീഷ് സുലൈമാനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വയം മുറിവുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഏറെ പണിപ്പെട്ടാണ് പിടികൂടിയത്. ഇയാളുടെ കൂട്ടാളി പോരുവഴി കമ്പലടി ഇടതുതുണ്ടിൽ വീട്ടിൽ ബാദുഷ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. അനീഷ് സുലൈമാൻ താമസിക്കുന്ന പനപ്പെട്ടിയിലെ വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും MDMAയും കഞ്ചാവും എത്തിച്ച് വിൽപ്പന നടത്തുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കുന്നത്തൂർ എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു അക്രമം. പ്രകോപിതനായ ഇയാൾ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാനും ശ്രമിച്ചു. അക്രമം അതിരുവിട്ടതോടെ എക്സൈസ് ഉദ്യോഗസ്ഥർ ശാസ്താംകോട്ട പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയാണ് അനീഷിനെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത്.
ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഇയാളുടെ പേരിൽ കേസെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്കൂളിന് ബസ് വാങ്ങി നൽകി കൊടിക്കുന്നിൽ സുരേഷ് എം പി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ബസ് വാങ്ങി നൽകിയത്. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന് ഉപരാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിൽ എം പി സ്കൂൾ ബസ് വാങ്ങി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ, നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ബസ് വാങ്ങി നൽകിയത്. സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് ഉപരാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിലാണ് സ്കൂളിന് ബസ് വാങ്ങി നൽകാമെന്ന് എം പി പ്രഖ്യാപിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെ സ്കൂളിലേക്ക് വരാനും വൈകുന്നേരം തിരിച്ചു പോകാനും വേണ്ടി മാത്രമല്ല, സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി പോലെയുള്ള സ്കൂളുകൾക്ക് ഒരുപാട് അതർ പ്രോഗ്രാംസ് ഉണ്ടാകും. അതർ പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മുടെ കലോത്സവത്തിന് പോകണം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അവിടെ കുട്ടികളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജില്ലാ കലോത്സവം, റവന്യൂ ജില്ലാ കലോത്സവം, അല്ലെങ്കിൽ സബ് ജില്ലാ കലോത്സവം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കലോത്സവം കുട്ടികളെ കൊണ്ട് പോകണം. അത് നമുക്ക് ഈ ബസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നിരവധിയായ കോമ്പറ്റീഷനുകൾ, അതുപോലെ എക്സിബിഷനുകൾ, അതുപോലെ മറ്റ് കോൺഫറൻസുകൾ, ഇതൊക്കെ നമുക്ക് ഒരു വാഹനം ആവശ്യമാണ്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വാഹനം ഹയർ ചെയ്യും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കും. ഈ ബസ് ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള ഏറ്റവും പുതിയ ബസ് നിലയിൽ ഇനി നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളെ രാവിലെ കൊണ്ടുവരാനും വൈകുന്നേരം കൊണ്ടുവിടുന്നതിനും അപ്പുറമായി സ്കൂളിൻ്റെ ഡേ ടു ഡേ ഫങ്ഷൻസിനും സ്കൂളിൻ്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക്, അതുപോലെ മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്ക് ഈ പത്തനാപുരം വിട്ട് കൊല്ലത്തോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കേരളത്തിലെവിടെ നമുക്ക് പോകേണ്ടി വന്നാലും പിള്ളേരെ അധ്യാപകരുമായി ടൂറ് പോകണമെങ്കിലും വർഷത്തോറും ടൂർ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളെ കൊണ്ട് ടൂർ പോകുന്നതാണ്. ഈ ടൂർ പോകുന്നതിനും ഇനി പുതിയ വേറെ വാഹനം വാങ്ങിക്കേണ്ട കാര്യമില്ല. PTA പ്രസിഡന്റ് ഷിബു താന്നിവിള അധ്യക്ഷത വഹിച്ചു. മൗണ്ട് താബോർ ദേറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണ, ഫാദർ സുബിൻ വർഗീസ്, സൂസൻ വർഗീസ്, ബിജി വർഗീസ്, ബിനോയ് മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. ഇന്ന് മൗണ്ട് താബോർ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ ഒരു നിമിഷമാണ്. ഈ നിമിഷത്തിന് ഒരുക്കിയ സാഹചര്യം നമുക്കറിയാം. രാവിലെ മുതൽ എല്ലാവരും ഇത് ആഘോഷപൂർവ്വമായിട്ട് സ്കൂൾ ബസ് നമ്മുടെ സ്കൂളിൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. അതിന് കാരണമായത് നമ്മുടെ മാവേലിക്കര നിയോജകമണ്ഡലം MP ആയിരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവരുകൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. കാരണം പത്തനാപുരം ദേശത്ത് പ്രസിദ്ധമാണ്, എല്ലാ ഹൃദയങ്ങളും തളം കെട്ടി നിൽക്കുന്ന ഒരു നാമധേയമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന നാമം. പത്തനാപുരം വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് KSEB ഓഫീസ് ഉപരോധിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എഴുകോൺ KSEB ഓഫീസാണ് ഉപരോധിച്ചത്. വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചാണ് KSEB ഓഫീസ് ഉപരോധിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എഴുകോൺ KSEB ഓഫീസാണ് ഉപരോധിച്ചത്. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കല്ലുംപുറം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആര്യ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്തും ഈ കറണ്ട് വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. ഒരു സൂചനാ സമരം എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് ഇത്തരത്തിലേക്ക് ഡിവൈഎഫ്ഐ സമരം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയ്ക്കകത്തെ എഴുകോൺ ബ്ലോക്ക് കേന്ദ്രത്തിലുള്ള KSEB ഓഫീസിലേക്കാണ് ഇന്ന് ഒരു സൂചനാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമരം വലിയ വിജയകരമായിരുന്നു. ഇത്രയും വൈകിയ വേളയ്ക്കകത്ത് വലിയ മഴ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യം ആയിരുന്നാൽ പോലും നിരവധിയായിട്ടുള്ള യുവാക്കൾ ഈ പ്രതിഷേധ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്.
ഇപ്പോ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള നിലയിലേക്കുള്ള സൂചനാ സമരമാണ്. വരുന്ന ദിവസങ്ങൾക്കകത്ത് വലിയ നിലയിലേക്കുള്ള സമരങ്ങൾ, കലുഷിതമായിട്ടുള്ള സമരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്കുള്ള സമര രീതിക്കകത്തേക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും. ബ്ലോക്ക് സെക്രട്ടറി അമീഷ് ബാബു, ചന്തു സരിക, ഗോപികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എസ് രാംകുമാർ എന്നിവർ പങ്കെടുത്തു. നാടിനകത്ത് ഏറ്റവും ജനകീയമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം ഈ സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധങ്ങളായ KSEBയുടെ വിവിധ ഓഫീസുകളിലേക്ക് ഇന്നത്തെ ദിവസം മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും അന്യമായിക്കൊണ്ടിരുന്ന ഒരു പ്രവണതയായിരുന്നു പവർ കട്ട് എന്ന് പറയുന്ന ഇത്. വലിയ തരത്തിലുള്ള മഴ നാടിനകത്ത് നാശം വിതച്ച ഘട്ടത്തിൽ പോലും മണിക്കൂറുകൾക്കകത്ത് ഈ സംസ്ഥാനത്തിനകത്തെ മുഴുവൻ സ്ഥലങ്ങളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഓഫീസുകൾ കൂടിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ KSEB ഓഫീസ്. നാടിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന നിലയിലേക്ക് ഇവിടുത്തെ ജീവനക്കാരെ അടക്കം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി. ഒരു ഗവൺമെന്റ് മാറി വന്നതിന്റെ ഭാഗമായി ഈ നാടിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായി കൂടി ഒരു തൊഴിലാളികളുമായി മാറുന്ന നിലയിലേക്ക് KSEB ജീവനക്കാരടക്കം മാറി നിൽക്കുകയാണ്. പലപ്പോഴും അവർ വളരെ പ്രയാസത്തോടെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ഭാഗമായി പല ഉപഭോക്താക്കളും വിളിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് KSEBയുടെ ജീവനക്കാരടക്കം മാറുന്ന സ്ഥിതി നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി കാണുന്ന നിലയിലേക്ക് മാറുകയാണ്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അവർക്ക് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പിടിപ്പുകേടും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോഴത്തെ UDA ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ പവർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട കഴിഞ്ഞ ഗവൺമെന്റ് അത് ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി, ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. അവരതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് അവര് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു മാസം കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഓരോ വർഷത്തെയും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രവചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മഴയുടെ സാധ്യതകളും ഒക്കെ പറയുന്നവർ, അവരൊക്കെ ആലോചിച്ച് മുൻകൂട്ടി തന്നെ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുന്നു, പവർ കട്ട് ഉണ്ടാകുമെന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നമ്മളെ റിസർവോയറുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലപ്പോഴും റിസർവോയറുകൾ അധികം മഴ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റിസർവോയറുകളിലെ വെള്ളം നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിൽ ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ റിസർവറുകളിൽ ആവശ്യം വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി വൈദ്യുതി വാങ്ങിക്കാനും വില കുറഞ്ഞ റേറ്റിൽ വൈദ്യുതി വാങ്ങിക്കാനുള്ള ശ്രമങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈദ്യുതി വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയാണെന്നും തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് ആകുമോ എന്ന ചോദ്യത്തിന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മിഥുൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പടിഞ്ഞാറേക്കല്ലട വിളന്തറ വലിയപാടം ഗ്രാമം ഗ്രന്ഥശാല ആൻഡ് വായനശാലയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. 2025 ജൂലൈ 17-നാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. പടിഞ്ഞാറേക്കല്ലട വിളന്തറ വലിയപാടം ഗ്രാമം ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് മിഥുൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. 2025 ജൂലൈ 17-ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിഥുൻ. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുന് അബദ്ധത്തിൽ
വൈദ്യുത കമ്പിയിൽ തട്ടി അപകടമുണ്ടായത്. ഗ്രന്ഥശാല അങ്കണത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. മിഥുൻ എന്ന കുട്ടി അവരുടെ കൗമാരത്തിൽ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് മിഥുൻ ഇത്രയേറെ, എന്നെ സംബന്ധിച്ചൊക്കെ നമ്മുടെ ഇവിടെ സിനിമയുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള ശ്രീ സന്ധ്യ മോഹനൊക്കെ വിശദീകരിച്ചു. പക്ഷേ കൗമാരപ്രായത്തിലാണ് ഏറ്റവും വലിയ സാഹസികത നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകും. കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. 1.5 മാസക്കാലം കൊണ്ട് തന്നെ തന്റെ സഹപാഠികൾക്കും കൂടെയുള്ള കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ടവരായി മാറുകയും അതുകൊണ്ട് തന്നെ അവരെ എല്ലാം അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തുന്ന തരത്തിലാണ് ആ മരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്ക് അങ്ങനെ അവൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രദേശത്തെ ആളുകളുടെ മനസ്സിന് സ്നേഹം നൽകിക്കൊണ്ട് ആണ് കടന്നുപോയത്. ഒരു സാധാരണ കുടുംബം സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഇടയിലും ആ മിഥുനെ 2 കുട്ടികളെയും നന്നായി പഠിപ്പിക്കണമെന്ന ഒരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിക്കുന്നതിന് അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുകയും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബം കൂടിയാണ്. ഗ്രന്ഥശാല സെക്രട്ടറി ടി ശിവരാജൻ സ്വാഗതം പറഞ്ഞു. വാർഡംഗം വിജയനിർമ്മല, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ എം ശങ്കരപിള്ള, കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം കെ സാബു, ലൈബ്രറി കൗൺസിൽ അംഗം സി കെ അജയകുമാർ, മുൻ ബ്ലോക്ക് അംഗം ബി രതീഷ്, ഗ്രന്ഥശാല കമ്മിറ്റി അംഗങ്ങളായ ടി സുദർശന, പി ജയപ്രകാശ്, ലൈബ്രറിയൻ സൂര്യ ബിജിലാൽ എന്നിവർ പങ്കെടുത്തു. അമ്മ വരുന്ന ദിവസം എയർപോർട്ട് മുതൽ ഞാനപ്പോൾ ആലോചിക്കുന്നു, ഉമ്മൻചാണ്ടി സാർ മരിക്കുമ്പോൾ പോലും ഇത്രയും ലൈവായിട്ട് ഇത്രയും വാർത്ത വന്നിരുന്നില്ല. 2-3 ദിവസം ഞാനിപ്പോൾ അത് നിന്നു, പക്ഷേ ഇത് തീരുന്നില്ല. അപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയണമെന്ന് കരുതി ഞാൻ ആ സമയത്ത് ഇവിടെ ശിവരാജൻ മെമ്പറെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും വരണ്ട, ആരും നോർമലായിട്ടില്ല. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. പ്രാവശ്യം വന്നു സംസാരിച്ച് ഭയങ്കര സങ്കടമാണ്. എല്ലാവരിൽ നിന്നും ഈ മിഥുനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിന്റെ തല മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നീറ്റ് UG പരീക്ഷയിൽ നേട്ടം കൊയ്ത് പന്മന വടക്കന്തല സ്വദേശി ബി നീരജ് 692 മാർക്കോടെ ദേശീയ തലത്തിൽ 89ാം റാങ്കും നീരജ് സ്വന്തമാക്കി. കഠിനാധ്വാനവും സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നീരജിനെ വിജയത്തിന്റെ നെറുകയിലെത്തിച്ചത്. വടക്കന്തല ബിന്ദു ഭവനിൽ കോട്ടയം ആർപ്പൂക്കര വില്ലേജ് ഓഫീസർ ബിജുജിയുടെയും തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് എസ് രേഖയുടെയും 2ാമത്തെ മകനാണ് പി നീരജ്. 2 വർഷത്തെ പരിശ്രമത്തിലാണ് മികച്ച ഫലം ലഭിച്ചതെന്നും ഡൽഹിയിലെ എയിംസിൽ ചേരാനാണ് ആഗ്രഹമെന്നും നീരജ് പറഞ്ഞു. കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂൾ, കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. എല്ലാ വിഷയങ്ങൾക്കും A+ഓടെ വിജയിച്ച നീരജ് ഹയർ സെക്കൻഡറി പഠനത്തിനൊപ്പമാണ് നീറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനവും നേടിയത്. ഹായ്, ഞാൻ നീരജ് ബി. ഞാൻ KE മാന്നാനത്തിൽ ബ്രില്യൻ്റ് 2 ഇയർ ഡിഗ്രി പ്രോഗ്രാമും അസോസിയേറ്റ് ചെയ്ത് പഠിച്ച ആളാണ്. ഇപ്പോൾ എനിക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കേരള റാങ്ക് 1 ഉണ്ട്. ഞാൻ എക്സാം എഴുതിയ സെൻറ്റർ വൈക്കം ആയിരുന്നു. അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എക്സാം എഴുതി ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് എനിക്ക് ഇങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അതുപോലെ തന്നെ പേരൻസിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും വലിയൊരു സപ്പോർട്ട് ഈ ഒരു ജേർണിയിൽ നല്ലോണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇനിഷ്യലി ഫിസിക്സ് എല്ലാവർക്കും പാടാന്ന് പറയുമ്പോൾ എന്നെ ഫിസിക്സിൽ നല്ലോണം സഹായിച്ച ഒരു ഫാക്ടറാണ് എൻ്റെ മാമൻ. എൻ്റെ മാമൻ ആക്ച്വലി ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫിസിക്സ് നല്ല ഗ്രാസ്പ് കൊണ്ടാണ് എന്നെ കൊച്ചിലെ കുറേ ഫിസിക്സും മാത്സും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. കുറേ ഈ സ്റ്റാർസിനെ പറ്റിയൊക്കെ പഠിപ്പിച്ച് എൻ്റെ ഇൻട്രസ്റ്റ് ഫിസിക്സ് നല്ലോണം കൂട്ടിക്കൊണ്ടിരുന്നു. ഈവൻ ദോ ഞാൻ മെഡിസിൻ ഫീൽഡ് ചൂസ് ചെയ്തപ്പോഴും മാമൻ എപ്പോഴും തന്ന ആ ഒരു ഫിസിക്സിൻ്റെ സ്കില്ല് ആണ് എനിക്ക് നീറ്റിൽ ഈവൻ ദോ ഹാർഡറാക്കിയെങ്കിൽ പോലും ഫിസിക്സ് നല്ലോണം സ്കോർ ചെയ്യാനാണ് സഹായിച്ചത്. ഫിസിക്സ് എല്ലാവരും ഹാർഡറാന്ന് പറയുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഈ വർഷം ഹാർഡറാന്ന് പറയുമ്പോൾ ആ ഫിസിക്സ് പഠിക്കുമ്പോഴും മാത്സ് പഠിക്കുമ്പോഴും കിട്ടിയ ഒരു സ്കില്ല് വെച്ചിട്ടാണ് ഇത് രണ്ടും കോൺകർ ചെയ്യാനായിട്ട് പറ്റിയത്. അതിൽ എനിക്ക് മാമനോടും അതുപോലെ തന്നെ ഈ ജേർണിയിൽ എല്ലാവരോടും വളരെയധികം നന്ദി പറയാനുണ്ട്. പാലാ ബ്രില്യൻ്റ് കോച്ചിംഗ് സെന്റർ സ്കൂളിലെ കുട്ടികൾക്ക് കോച്ചിംഗ് പരിശീലനം നടത്തിയിരുന്നു. ഇതാണ് നീരജിന്റെ വിജയത്തിന് പിന്നിൽ.
കോട്ടയത്ത് പിതാവിനൊപ്പം വാടക വീട്ടിൽ താമസിച്ചായിരുന്നു പഠനം. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയിൽ 700 മാർക്ക് നേടിയിരുന്നു. ദിവസം 15 മണിക്കൂറോളമുള്ള പഠനവും തുടർച്ചയായ പ്രാക്ടീസുമാണ് വിജയത്തിന് കാരണമെന്ന് നീരജ് പറഞ്ഞു. നീറ്റ് പരീക്ഷയിൽ മകന്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നുവെന്ന് രക്ഷിതാക്കളും പറയുന്നു. കഠിനാധ്വാനവും തയ്യാറെടുപ്പ് പരീക്ഷകളിലെ സ്ഥിരതയാർന്ന പ്രകടനവും അന്തിമ വിജയത്തിന് സഹായിച്ചതായും അവർ പറഞ്ഞു. ബി നിരഞ്ജനാണ് സഹോദരൻ. 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നീരജിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടറ സോഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സോഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കുണ്ടറയുടെ നേതൃത്വത്തിലാണ് ഇളമ്പള്ളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ലങ്സ് ക്യാൻസറിനെ കുറിച്ചും അതിൽ ബയോടെക്നോളജിയുടെ സാധ്യതയെക്കുറിച്ചുമാണ് സെമിനാർ നടന്നത്. സബ് ഇൻസ്പെക്ടർ അതുൽ വസന്ത് ഉദ്ഘാടനം ചെയ്തു. കോഴ്സുകളെ പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ബയോടെക്നോളജിയെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളെടുത്ത് ഗോഡ്സൺ ഉണ്ട്. ഗോഡ്സൺ നിങ്ങൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾ അത് ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ കൂടുതൽ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. ഓക്കെ അല്ലേ? അപ്പം ഈ സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കും. നന്ദി. NHRF പ്രസിഡന്റ് ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. നന്ദി. അനിൽ സാറിനും അതുൽ സാറിനും പ്രത്യേകം സ്വാഗതവും നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി സമയം നമ്മൾക്ക് എടുക്കാനില്ല എന്നെനിക്കറിയാം. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പേര് ജിജുമോൻ എന്തെന്ന് പറഞ്ഞു. ഗോഡ്സനും ജിജുവാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങളുള്ള ബന്ധം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു കണ്ടന്റ് എന്റെ ചിന്തയിൽ വരാനുള്ള കാരണം +2 കഴിയുന്ന പല വിദ്യാർത്ഥികൾക്കും ഏത് കോഴ്സിന് പോകണം എന്നുള്ളൊരു തിട്ടം പൊതുവേ ഇല്ല. എന്റെ മോൾ ഇപ്പൊ +2 കഴിഞ്ഞതേ ഉള്ളൂ, മകൻ അദ്ദേഹത്തിന്റെ പെങ്ങള്. അപ്പോ ഞാനങ്ങനെ മോനുമായി പാലയിലെ ഒരു ചെറിയ കരിയർ ഗൈഡൻസിന് പോയി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആ സാറുമായി ഷെയർ ചെയ്തപ്പോഴാണ് ഗോഡ്സൺ ഈ കോഴ്സ് തെരഞ്ഞെടുക്കാൻ കാരണമായത്. സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ സ്വാഗതം പറഞ്ഞു. അപ്പെക്സ് ബോർഡ് അംഗം ലിസി സാം നന്ദി രേഖപ്പെടുത്തി. ഗോഡ്സൺ M ലിജു ക്ലാസ് നയിച്ചു. പമ്പ് ചെയ്യും. അത് ആ ട്യൂബ് വഴി നമ്മൾ ലങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലേക്ക് പോവുകയും അതിലെ കോട്ടൺ പ്രസന്റ്, അതാണ് നമ്മുടെ ലങ് ടിഷ്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു അരമണിക്കൂറോളം ഈ നല്ല പുക കയറിയാലും ആ ടിഷ്യൂ എങ്ങനെ കളർ ചേഞ്ച് ആവുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പ്, ബിന്ദു പാട്രിക്, മോളിക്കുട്ടി, റമീസ, പ്രകാശ് മയൂരി, ലീലാമ്മ, ഉഷ ഷാജി, രാജീവ് ഫിലിപ്പ്, മുന്താസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. സ്വകാര്യ ബസ്സുകൾക്ക് പാർക്കിങ്ങിന് സ്ഥലമില്ല. ജീവനക്കാർ തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും പതിവാണ്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾക്ക് കൃത്യമായി പാർക്ക് ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമില്ല. ഇതേ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ വാക്കേറ്റം പതിവാണ്. ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി അനുവദിച്ചിട്ടുള്ള സ്ഥലപരിധിയേക്കാൾ കൂടുതൽ സ്ഥലം കയ്യേറിയാണ് ബൈക്കുകളും കാറുകളും പാർക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡിലെ വിവിധ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും വിവിധ ആവശ്യങ്ങൾക്കായി ടൗണിൽ എത്തുന്നവരുടെയും വാഹനങ്ങളാണ് മണിക്കൂറുകളോളം അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്. ഇതുമൂലം ബസ്സുകൾക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടാത്ത അവസ്ഥയാണ്. ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് നിയന്ത്രിക്കാനും ഫീസ് പിരിക്കാനും കരാറെടുത്തിട്ടുള്ളവരുടെ കടുത്ത അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ബസ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ചീത്ത വിളിക്കും. എത്ര രൂപ വാങ്ങിക്കുന്ന ഒരു വണ്ടിക്ക്? ഒരു വണ്ടിക്ക് 25 രൂപ. ഒരു വണ്ടിക്ക് 25 രൂപ ഒരു ബസ് പോലെ ഇടാൻ പറ്റത്തില്ല. നോക്ക്. യാതൊരു നിർദ്ദേശങ്ങളും കൃത്യമായി നൽകാതെയും ബസ്സുകൾക്ക് മുൻഗണന നൽകാതെയും സ്വകാര്യ വാഹനങ്ങൾക്ക് യഥേഷ്ടം പാർക്ക് ചെയ്യാൻ
കരാറുകാർ അനുവാദം നൽകുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ ബസ്സുകൾക്ക് കൃത്യമായി പാർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ സ്റ്റാൻഡിലെ പലയിടങ്ങളിലായി ബസ്സുകൾ ഇടേണ്ടി വരുന്നു. ഇത് സ്റ്റാൻഡിനുള്ളിൽ വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് പ്രശ്നത്തിന് അറുതി വരുത്താൻ നഗരസഭാ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറയിൽ വൻ ലഹരിവേട്ട. ലഹരി ഗുളികകളും കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. കൂട്ടാളി ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. മുന്നിടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയെന്നും MP. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.